ഹലോ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഈ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അവർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ആവശ്യമൊക്കെ വരുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് കാശൊക്കെ കടം ചോദിക്കുന്നു. അപ്പം കടം വാങ്ങിച്ചതിന് ശേഷം ഒരു ചെക്കൊക്കെ നമുക്ക് തരുന്നു. ആ ചെക്ക് ആ പറയുന്ന ഡേറ്റിൽ നമ്മൾ ബാങ്കിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പം ഫണ്ട്സ് ഇൻസഫിഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡിസോണർ മെമ്മോ ഒക്കെ ലഭിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു അഡ്വക്കേറ്റിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഡിസോണറായി 1 മാസത്തിനകത്ത് ഒരു വക്കീൽ നോട്ടീസ് നമ്മൾ അയക്കണം. 15 ദിവസം ടൈം കൊടുത്തൊരു വക്കീൽ നോട്ടീസ് അയക്കണം. ഇവർ ഈ വക്കീൽ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസം കഴിഞ്ഞും ഈ ഫണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ 1 മാസത്തിനകത്ത് നമ്മളൊരു ചെക്ക് കേസ് 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം ഒരു ചെക്ക് കേസ് കോടതി മുമ്പാകെ ഫയൽ ചെയ്യണം. ഈ ചെക്ക് കേസ് ഫയൽ ചെയ്യാൻ ഈ 1 മാസത്തിനുള്ളിൽ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു ജെന്യൂൻ റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലതാമസം മാപ്പ് ചെയ്യുന്നതിന് ഒരു ഹർജി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ജെന്യൂൻ റീസൺ ആണെന്നുണ്ടെങ്കിൽ അത് അനുവദിച്ച് കിട്ടും. ചെക്ക് കേസിൽ മാക്സിമം നമുക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 വർഷം വരെ തടവ് ശിക്ഷയും, ഫൈൻ എന്ന് പറഞ്ഞാൽ ട്വൈസ് ദി എമൗണ്ട് ഓഫ് ചെക്ക് എമൗണ്ട്. ചെക്ക് എമൗണ്ടിൻ്റെ ഡബിളായിട്ടൊരു എമൗണ്ട് ഫൈനായിട്ടും